ഒരു ദേശത്തിൻ്റെയാകെ ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടി പൂർവസൂരികളായ മഹാരഥന്മാരാൽ ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ടവയാണ് ഓരോ ക്ഷേത്രങ്ങളും. ക്ഷതാത് ത്രായതേ ഇതി ക്ഷേത്രഃ എന്നാണ് പ്രമാണം. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത്, നാശങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സുകളെ രക്ഷിക്കുന്നവയാണ് ക്ഷേത്രങ്ങൾ എന്നർത്ഥം. നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഓരോ ക്ഷേത്രത്തിനും പറയാനുള്ളത്. തോരത്ത് താരകാരീപുരം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനും പറയാനുണ്ട് വർഷസഹസ്രങ്ങളുടെ ചരിത്രം. പക്ഷേ എഴുതപ്പെട്ട ചരിത്രരേഖകളുടെ അഭാവം കാരണം വാമൊഴിയിലൂടെ പകർന്നു കിട്ടിയ വിവരങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അരീക്കോട് പഞ്ചായത്തിലെ പുത്തലമെന്ന പ്രദേശത്ത് മുൻപ് താമസിച്ചിരുന്ന 10 ഇല്ലങ്ങളിലൊന്നിൽ താമസിച്ചിരുന്ന മൂസദ് എന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കായിരുന്നു താരകാരീപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ കൈവശാവകാശം. 10 ഇല്ലം എന്നത് കാലാന്തരത്തിൽ പുത്തലമായി മാറിയത്രേ. ഒരു മഹാക്ഷേത്രത്തിന്റെ തിരുശേഷിപ്പുകൾ പിൽക്കാലത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമയത്ത് കണ്ടെത്തിയിട്ടുമുണ്ട്. ക്ഷേത്രത്തിന്റെ അവകാശികളായിരുന്ന മൂസദുമാർ പുത്തലത്തുനിന്നും കാരക്കുന്നിലേക്ക് സ്ഥലം മാറിയെന്നും ഈ ക്ഷേത്രം ഉണ്ണിമുറ ക്ഷേത്ര നടത്തിപ്പുകാരായ കരിപ്പത്തില്ലക്കാർക്ക് നൽകിയെന്നുമാണ് പൂർവികരിൽ നിന്നും വാമൊഴിയായി കിട്ടിയ അറിവ്. ഉണ്ണിമുറ ക്ഷേത്രാധികാരിമാർക്ക് കൈമാറുന്നതിന് മുമ്പ് തന്നെ തോരത്തമ്പലവും അതിന്റെ വസ്തുവകകളും സാമൂഹ്യ വിരുദ്ധർ നാമാവശേഷമാക്കുകയും വിഗ്രഹം നശിപ്പിക്കുകയും ചെയ്തു. ഉണ്ണിമുറ വാമനക്ഷേത്രം ട്രസ്റ്റി കുടുംബാംഗങ്ങളും ഊരാളന്മാരും ചേർന്ന് തകർന്ന ക്ഷേത്രം ശ്രീകോവിൽ പുനർനിർമ്മിക്കുകയും നശിപ്പിക്കപ്പെട്ട വിഗ്രഹത്തിന്റെ ബാക്കിയായ പാദങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുകയും നിത്യപൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ദേവപ്രശ്നവശാൽ ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ പൂർണ്ണ വിഗ്രഹം നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ ചെയ്യാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അതിനിടെ 1985-86 കാലഘട്ടത്തിൽ പട്ടികകളും ഓടുമെല്ലാം തകർന്ന് ജീർണിച്ച ശ്രീകോവിൽ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് 1995 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുംപാട്ടില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കുംഭമാസത്തിലെ ഉത്രട്ടാതി നാളിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നിഷ്ഠയോടെ നടക്കുകയും ചെയ്തു. കിഴക്കുംപാട്ടില്ലത്ത് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. അന്ന് ഭക്തജനങ്ങളുടെ ആഘോഷ കമ്മിറ്റി രൂപീകരിക്കുകയും ക്ഷേത്രകലകളായ ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ എന്നീ പരിപാടികളോടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഗംഭീരമാക്കുകയും ചെയ്തു. ആഘോഷ കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹികൾ ശ്രീ പി കുഞ്ഞൻ, ശ്രീ കെ മോഹനൻ മാസ്റ്റർ എന്നിവരായിരുന്നു. ആദ്യകാലത്ത് ക്ഷേത്രം ശ്രീകോവിലിനു പുറമെ ഗണപതിക്കും അയ്യപ്പനും കൂടി ഒറ്റമുറിയിലായിരുന്നു പ്രതിഷ്ഠ. നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്ന തിടപ്പള്ളിയും ഏറെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. കൂടാതെ ചുറ്റമ്പലം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുമായിരുന്നു. ഈ സാഹചര്യത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ ഒരു യോഗം 2010 നവംബർ 28 ചേരുകയും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനമാരംഭിക്കുകയും ചെയ്തു. കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റായി ശ്രീ ടി നാരായണൻ അവറുകളെയും സെക്രട്ടറിയായി കൃഷ്ണപ്രസാദ് BPയെയും തെരഞ്ഞെടുത്തു. ശ്രീ പി ചന്ദ്രൻ മാസ്റ്റർ, ശ്രീ സി അശോകൻ, ശ്രീ ടി ശിവശങ്കരൻ നായർ, കെ ഗിരീഷ് എന്നിവർ വിവിധ കാലങ്ങളിൽ കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചു. ശ്രീ സി കോരുക്കുട്ടി പ്രസിഡന്റും ശ്രീ പി ഗോപാലൻ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആധ്യാത്മികവും ഭൗതികവുമായ നിരവധി പ്രവർത്തനങ്ങളാണ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നടപ്പിലാക്കിയത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക സൗകര്യമൊരുക്കുക എന്നതിനാണ് ആദ്യം പ്രാധാന്യം കൽപ്പിച്ചത്. അതിനായി പുതിയൊരു കിണറും ബാത്റൂം സൗകര്യവും പെട്ടെന്ന് തന്നെ നിർമ്മിച്ചു. തകർന്നു കിടന്നിരുന്ന ചുറ്റമ്പലം പുതുക്കിപ്പണിതു. ഗണപതിക്കും അയ്യപ്പനും പ്രത്യേകം ശ്രീകോവിലുകൾ നിർമ്മിച്ചു. ഒരു കർക്കിടക പേമാരിയിൽ തകർന്ന ക്ഷേത്രത്തിനുള്ളിലെ കിണർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ചു. ക്ഷേത്രം ഓഫീസ്, ഭക്ഷണശാല, ക്ഷേത്രത്തിലേക്കുള്ള കവാടം എന്നിവയും ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കി. ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപവും ശ്രീകോവിലും പുതുക്കിപ്പണിതു. ക്ഷേത്ര തിരുമുറ്റം കട്ടപതിച്ച് മനോഹരമാക്കി. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പുറത്തെ പ്രദക്ഷിണ വഴി
വേർതിരിച്ച് കല്ലുകൊണ്ടു കെട്ടി ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള കരിങ്കല്ല് വിരിച്ച പടികളുടെ നിർമ്മാണം പൂർത്തിയാക്കി. കൂടാതെ ഉത്സവ കലാപരിപാടികൾക്കായി മനോഹരമായ ഒരു സ്റ്റേജും നിർമ്മിക്കാൻ കമ്മിറ്റിക്ക് സാധിച്ചു. ക്ഷേത്രപ്പറമ്പിന്റെ ഒരു ഭാഗം നിരത്തി അവിടെ 200-ലധികം കമുകിൻ തൈകൾ ക്ഷേത്ര കമ്മിറ്റി നട്ടുപിടിപ്പിച്ചു. വർഷാവർഷം വളപ്രയോഗവും മറ്റ് അനുബന്ധ പണികളും മുടക്കം കൂടാതെ ചെയ്തു വരുന്നു. കൂടാതെ 28 നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ ക്ഷേത്രവളപ്പിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും ഭംഗിയായി നടത്താൻ ക്ഷേത്ര കമ്മിറ്റി പരമാവധി പരിശ്രമിച്ചു വരികയാണ്. മാസത്തിലൊരിക്കൽ ഷഷ്ഠി ദിനാചരണം, ശബരിമല മണ്ഡലക്കാലത്തെ 41 ദിവസത്തെ ചുറ്റുവിളക്ക്, പ്രതിഷ്ഠാദിനം, നവരാത്രി ആഘോഷം, കർക്കിടകത്തിലെ ഭഗവതി സേവ, തൈപ്പൂയ മഹോത്സവം എന്നിവയെല്ലാം ചിട്ടയോടെ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കാൻ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെയെല്ലാം വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ചവരെക്കുറിച്ച് പറയാതെ ഈ വിവരണം പൂർത്തിയാക്കാനാവില്ല. ഏറെക്കാലം സുബ്രഹ്മണ്യനെ ഉപാസിച്ച ശ്രീ KK വാമനൻ നമ്പൂതിരി, KK കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രപൂജയോടൊപ്പം ഭക്തജനങ്ങളെ കൂട്ടിയിണക്കി ഭജന, മറ്റ് ക്ഷേത്ര പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ച KK നാരായണൻ നമ്പൂതിരി, KK വാസുദേവൻ നമ്പൂതിരി, ഏറെക്കാലം ദേവസ്വം മാനേജരായി പ്രവർത്തിച്ച ശ്രീ KK വാസുദേവൻ നമ്പൂതിരി, ആദ്യകാല അടിച്ചുതള്ളി ജീവനക്കാരിയായിരുന്ന ലക്ഷ്മിയമ്മ എന്നിവരെയെല്ലാം നന്ദിപൂർവം സ്മരിക്കുന്നു. ഇപ്പോൾ മേൽശാന്തിയായി KK ശങ്കരൻ നമ്പൂതിരിയും കഴകം ശ്രീ കേശവൻ മാസ്റ്ററും അടിച്ചുതളി P വത്സല എന്ന തങ്കമണിയുമാണ് ചെയ്തു വരുന്നത്. ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന മാതൃസമിതി അംഗങ്ങളെ എത്ര തന്നെ പുകഴ്ത്തിയാലും മതിയാവില്ല. എല്ലാ ഉത്സവാഘോഷ പരിപാടികളുടെയും ആദ്യാവസാനക്കാരായി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന മാതൃസമിതിയെ ഇപ്പോൾ നയിക്കുന്നത് ശ്രീമതി ശ്രീദേവി ചന്ദ്രൻ, ശ്രീമതി ഷിജി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ്. ശ്രീമതി വസന്തകുമാരി, ശ്രീമതി സരോജിനി, KK ശ്രീസുധ, റീജ C, വിനീത ചന്ദ്രബോസ്, ബീന സുരദാസൻ, ബിന്ദു അശോകൻ, T തങ്കമണി, ജസിത വാസുദേവൻ, അനിത ഗോപാലൻ, ഉമാദേവി KN എന്നിവർ മുൻ ഭാരവാഹികളായി പ്രവർത്തിച്ചവരാണ്. ആശ്രിതവത്സലനായി അഭയദാതാവായി ബാലഭാവത്തിലിരുന്നുകൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ തിരുസന്നിധിയിലിരിക്കുമ്പോൾ, ക്ഷേത്രത്തിൻ്റെ ഭൂതകാല ചരിത്രത്തിലേക്ക് എത്തിനോക്കുമ്പോൾ, പ്രകാശപൂരിതമായ ഭാവി സ്വപ്നം കാണുമ്പോൾ ഒന്നു മാത്രമേ വാക്കുകളായി പ്രാർത്ഥനയായി പുറത്തേക്ക് വരുന്നുള്ളൂ. ഈ പുണ്യഭൂമിയെ പരിശുദ്ധിയോടെ കാത്തു സംരക്ഷിച്ചവരോട്, വികസന പ്രവർത്തനങ്ങളെ കൈമെയ് മറന്ന് സഹായിച്ചവരോട്, ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സഹകരിച്ചവരോട്, സർവോപരി അഭയദാതാവായ ശ്രീ താരകാരി പുരേശനായ തോരത്തപ്പനോട്, സുബ്രഹ്മണ്യസ്വാമിയോട് നന്ദി. 1000 പൂർണ്ണ പുഷ്പാഞ്ജലി.